കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം. കൂട്ടുകാർ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകത്തിൻ്റെ കഥയായാലോ? കഥയുടെ പേര് വിചിത്ര ലോകത്തേക്ക് വാർഡ്രോബിലൂടെ. അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പൂളയ്ക്കൽ. തയ്യാറാക്കിയത് AV ഹരിശങ്കർ. വസ്ത്രങ്ങൾ എടുത്തു വയ്ക്കുന്ന ചുമരലമാരയാണല്ലോ വാർഡ്രോബ്. അത്തരമൊരു പഴയ വാർഡ്രോബ് കണ്ടപ്പോൾ ലൂസി എന്ന കൊച്ചു കുസൃതിക്കാരിക്ക് അതിൻ്റെ അകത്തൊന്ന് കയറണം എന്ന് തോന്നി. അവൾ എത്തിപ്പെട്ടത് പുതിയ ഒരു ലോകത്തായിരുന്നു. പല പല വിസ്മയങ്ങളും സാഹസങ്ങളും നിറഞ്ഞ ഒരു വിചിത്ര ലോകം. ആരെയും പിടിച്ചിരുത്തുന്ന ഈ രസികൻ കഥയാണ് ദി ലയൺ, ദി വിച്ച് ആൻഡ് ദി വാർഡ്രോബ്. രണ്ടാം ലോകമഹായുദ്ധം നടക്കുന്ന സമയത്താണ് കഥ നടക്കുന്നത്. ലണ്ടനിൽ ഇടയ്ക്കിടെ ബോംബാക്രമണം നടക്കുന്നത് കാരണം സഹോദരങ്ങളായ 4 കുട്ടികളെ അകലെ ഉൾനാട്ടിലുള്ള ഒരു വീട്ടിൽ താമസിക്കാൻ കൊണ്ടുചെന്നാക്കി. പീറ്റർ, സൂസൻ, എഡ്മണ്ട്, ലൂസി പ്രായമായ ഒരു പ്രൊഫസറുടെ പടുകൂറ്റൻ വീട്ടിലാണ് അവർ എത്തിയത്. ഒച്ചയും അനക്കവുമില്ലാത്ത ആ വീട് ചുറ്റിക്കാണും. അതിനിടയിലാണ് ലൂസി ഒരു വാർഡ്രോബിൽ കയറി വിചിത്ര ലോകത്തെത്തിയത്. നാർണിയ എന്നായിരുന്നു ആ അത്ഭുത ലോകത്തിൻ്റെ പേര്. വൈകാതെ ബാക്കി 3 പേരും കൂടി ലൂസിയെ തിരഞ്ഞ് അവിടെ എത്തി. അവർ 4 പേരും നാർണിയയിൽ നടത്തിയ സാഹസങ്ങളാണ് ഈ പുസ്തകത്തിൽ. അയർലൻഡിൽ ജനിച്ച C.S. ലൂയിസ് എന്ന എഴുത്തുകാരനാണ് ഈ കഥ എഴുതിയത്. 1950 പെട്ടെന്ന് തന്നെ അത് ലോകമെങ്ങും പ്രസിദ്ധി നേടി. തുടർന്ന് ഈ അത്ഭുത ലോകത്തെ കുറിച്ചുള്ള വേറെയും കഥകൾ പുറത്തിറങ്ങി. ദി ക്രോണിക്കിൾസ് ഓഫ് നാർണിയ എന്ന പേരിൽ ലോകപ്രസിദ്ധമായ ആ പരമ്പരയിൽ 7 പുസ്തകങ്ങളുണ്ട്. എല്ലാം ശ്വാസം പിടിച്ച് മാത്രം വായിക്കാൻ പറ്റുന്ന രസികൻ കഥകൾ. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്റ്റോറി അങ്കിൾ.